ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടേറ്റോ ലാബിന്റെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ ബേഖോയും മീക്കിങ്ങും തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പിനെ ചൊല്ലി ഒരു വാക്കത്തിലാവുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫീലിങ്സ് എല്ലാം കൺഫ്യൂസ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മീക്കിങ് അവൻ്റെ അടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നസെന്റ് ആണെന്ന് അറിഞ്ഞിട്ടും നീ ആ ഒരു തെറ്റ് എൻ്റെ അടുത്ത് ചെയ്തതെന്നും ഇപ്പോഴും നീ അങ്ങനത്തെ ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയുള്ള ഒരു കോൾഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും മറ്റുള്ളവരുടെ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം വെറും വേസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു മനുഷ്യനാണ് താനെന്നും ബേഖോ ഇപ്പോൾ മീക്കിങ്ങിൻ്റെ അടുത്ത് പറയാണ്. മാത്രമല്ല അവൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഒരുപാട് ലേറ്റായി പോയെങ്കിലും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവൻ മാപ്പ് വരെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് മീക്കിങ്ങിനും ആകെ വിഷമമായിട്ട് അവർക്ക് ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളതുകൊണ്ടും അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും വേണ്ടിയിട്ട് അപ്പോളജൈസ് ചെയ്തതുകൊണ്ടും അവള് തനിക്ക് കുറച്ച് ടൈം വേണമെന്നും ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഡേറ്റിങ്ങിനൊന്നും പോവാതെ അവളൊന്ന് ഓക്കെ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനും കുറച്ച് ടൈം എടുത്തായാലും അവൾ എന്തായാലും തിരിച്ചു വരുമെന്നും അവൻ്റെ അടുത്ത് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഫീലായി അവൻ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്യാണ്. അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഒക്കെ വന്ന് ആ ഒരു ലാബ് തുറന്നിട്ട് കപ്പിൾസ് ഒരു ഫൈറ്റിന് ശേഷം അത് സോൾവ് ചെയ്യുമ്പോൾ അതൊക്കെയാന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നിന്ന് ചമ്മുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം ക്ഷീണിച്ച് തളർന്ന് മീക്കിങ് വീട്ടിലേക്ക് എത്തുമ്പോൾ അതും കണ്ട് ബേഖോ കാരണം ഡിപ്രസ്ഡ് ആയിട്ടാണ് അവൾ അത്രയും എനർജി ലോ ആയിട്ട് ഇരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ അനിയനായ ക്യങ് നേരെ ബേഖോ താമസിച്ചിരുന്ന അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്ന് അവനെ അവിടെ നിന്ന് പുറത്താക്കാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു വാർത്ത അവൻ നേരെ തന്നെ മീക്കിങ്ങിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവളുടെ അടുത്ത് നിന്ന് ക്യങ്ങിന് നല്ല പോലെ തന്നെ അടി കിട്ടുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് അവൻ നേരെ ബേഖോയുടെ അടുത്ത് പോയിട്ട് ബേഖോയുടെ അടുത്ത് ചെന്നിട്ട് അവൻ കൊടുത്ത ആ ഒരു എവിക്ഷൻ ചെയ്യാനായിട്ടുള്ള നോട്ടീസ് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ക്യങ് കരയുമ്പോൾ ബേഖോ ആണ് അവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം ഇവരെ പറ്റി യാതൊരു ഐഡിയയും കിട്ടാതെ മീക്കിങ്ങും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ട് ബേഖോയുടെ വീട്ടിലേക്ക് ക്യങ്ങിനെയും തപ്പി ഒളിഞ്ഞു കയറുമ്പോൾ ഒരു സോഫയുടെ മേലിൽ ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് ഫിറ്റായിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നതാണ് അവർ കാണുന്നത്. ഇതിലൂടെ തന്നെ ബേഖോയുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബേഖോയും മീക്കിങ്ങും അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് മുന്നത്തെ എപ്പിസോഡിൽ കണ്ട പോലെ ഒരു എമർജൻസി ക്രൈസിസ് വന്ന സമയത്ത് പൊട്ടേറ്റോസ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമേഴ്സിനെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ എത്രയൊക്കെ അവർ ശ്രമിച്ചിട്ടും അവർക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ മാത്രം അവർക്ക് പൊട്ടേറ്റോസിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവർക്ക് മറ്റൊരു പൊട്ടേറ്റോസിനെല്ലാം വിൽക്കുന്ന ഒരു കമ്പനിയിൽ നിന്നും ഒരു കോൾ വരുന്നത്. അങ്ങനെ ആ ഒരു കമ്പനിയുടെ ഡയറക്ടറിനെ അവർ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഡയറക്ടർ ആകട്ടെ വളരെ യങ് ആണെങ്കിലും വളരെ ലേസി ആയിട്ട് അലക്ഷ്യമായിട്ട് ഇരിക്കുന്ന പോലെയാണ്. അങ്ങനെ ആ ഒരു മീറ്റപ്പിനിടയിൽ തങ്ങളുടെ കമ്പനി ഇപ്പോൾ ഒരു ക്രൈസിസിലായതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഹെൽപ്പ് എന്തായാലും ഞങ്ങൾക്ക് വേണമെന്നും അതിനുവേണ്ടി എത്ര എമൗണ്ട് ആയാലും ഞങ്ങൾ പേ ചെയ്യാമെന്നൊക്കെ അവർ പറയുമ്പോൾ അങ്ങനെ ഒരു പേയ്മെന്റിന്റെ ആവശ്യം തങ്ങളുടെ കമ്പനിക്ക് ഇല്ലാന്ന് പറഞ്ഞ് ആ ഒരു ഡയറക്ടർ ബേഖോയും മീക്കിങ്ങിനെയും ഇറക്കി വിടാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോൾഡൻ ബാറ്റിന്റെ എംബ്ലം ബേഖോ കാണുന്നത്. അതിലൂടെ തന്നെ അവൻ സ്പെഷ്യൽ ഫോഴ്സിൽ പണ്ടുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്ന ബേഖോ അവന്റെ റാങ്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ബേഖോനേക്കാളും കുറഞ്ഞ റാങ്കാണ് ആ ഒരു ഡയറക്ടർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ തന്നെക്കാളും ഇത്രയും ഹയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏജന്റിനെ കാണുമ്പോൾ ആ ഒരു ഡയറക്ടർ ഒന്നും തന്നെ നോക്കാണ്ട് അവനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബേഖോ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് 98 ടൺസ് ഓഫ് പൊട്ടേറ്റോസ് അവന് കിട്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് അവൻ്റെ ഉണ്ടായിരുന്നു. ഇനി അവർക്ക് 20 ടൺ കൂടി ബാക്കിയുണ്ടെന്നും അത് ഏതെങ്കിലും ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് എളുപ്പത്തിൽ അവർക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റുമെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സന്തോഷത്തിൽ മേക്കിംഗ് അവനെ കിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ ആലോചിച്ചിട്ട് അവൾ അവൻ്റെ അടുത്ത് നിന്ന് മാറി പോകുമ്പോൾ ബേഖോ ഈ ഒരു പേരും പറഞ്ഞ് അവളെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഹീജന് കീസയുടെ വീട്ടിലേക്ക് അവൻ്റെ പെർമിഷനൊന്നും ഇല്ലാതെ ലോക്കും തുറന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു ഡിവോഴ്സിനായിട്ട് തനിക്ക് സമ്മതമാണെന്നും ഇനിയും കീസയെ ഓരോന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് അവന്റെ സന്തോഷം കൂടി കെടുത്തുന്നില്ലെന്നും ഡിവോഴ്സിന് ശേഷം അവൾ എബ്രോഡ് പോയിട്ട് അവളുടെ ആഗ്രഹം പോലെ ഉള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുമെന്നും ചെയർമാന്റെ മകളായതുകൊണ്ട് മാത്രം കിട്ടുന്നൊരു ലൈഫ് ഇനി ഒരിക്കലും അവൾ സ്വീകരിക്കില്ലെന്നും അവനോട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്റെ ഭാര്യയായിട്ടും അവളെ പ്രൊട്ടക്ട് ചെയ്യാനോ അവളെ മനസ്സിലാക്കാനോ സാധിക്കാത്തതുകൊണ്ട് അവന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ തെറ്റുകൾക്കും അവനും ഹീജിന്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡിവോഴ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ വീക്കെൻഡ് ആയിട്ടും അന്നത്തെ ഒരു ദിവസം ഹെവി വർക്ക് ചെയ്യേണ്ടി വന്ന ബേഖോയും മീക്കിങ്ങും ഇപ്പൊ വീട്ടിൽ
വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫുൾ ഡേ മീക്കിങ് വളരെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ബേഖോ അവളുടെ അടുത്ത് കാര്യം ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ അവന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല. ഇതിലൂടെ തന്നെ മീക്കിങ്ങിന് ആ ഒരു ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ടുള്ള ടൈം ഏകദേശം അടുത്തായെന്നും അധികം വൈകാതെ തന്നെ അവൾ ആ ഒരു ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുമെന്നും ആലോചിക്കുന്ന ബേഖോ ആകട്ടെ അതാണോ നിന്റെ പ്രോബ്ലം എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണെന്നും എന്തിനാണ് പിന്നെയും പിന്നെയും എന്നെ അത് ഓർമ്മിപ്പിക്കുന്നതെന്നും അവള് അവനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് ബേഖോ ആകട്ടെ കുറച്ച് ദിവസങ്ങളായിട്ട് അവളെ പറ്റി ആലോചിച്ച് അവളെ പുറത്തേക്ക് ആക്കണോ അതോ വീണ്ടും പൊട്ടറ്റോ ലാബിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുക്കണോ എന്ന് വളരെയധികം ആലോചിച്ച് വരികയായിരുന്നു. മാത്രമല്ല അവൻ വന്ന സമയത്ത് അവൾക്ക് അത്രമാത്രം ആ ഒരു ഓഫീസിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലായില്ലെന്നും അവൻ പറയുന്നുണ്ട്. മാത്രമല്ല അവളെ തിരിച്ച് ആ ഒരു ഓഫീസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം അപ്പം വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ബേഖോയ്ക്ക് അത്രമാത്രം അവളെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് അവള് പറയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ തനിക്ക് ആ ഒരു ജോലി വേണ്ടെന്നും അവളുടെ ടാലന്റിനും ക്വാളിഫിക്കേഷനും അനുസരിച്ച് മാത്രം അവൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മതിയെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും തല്ലുകൂടുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം അവർ രണ്ടുപേരും കോംപ്രമൈസ് ആയിട്ട് കിസ് ചെയ്ത് അവരുടെ ഫീലിങ്സ് ഒന്നും കൂടി റിവീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അന്ന് നൈറ്റ് അവർ ഒരുമിച്ച് സ്റ്റേ ചെയ്യാനും തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ബെഡ്റൂമിലെത്തിയ ടൈമില് മേക്കിങ്ങിനാകട്ടെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഭയങ്കരമായിട്ട് ടെൻസ്ഡും ഷൈയും ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു റൂമിന് പുറത്തേക്ക് കിടക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം ബേഖോയാകട്ടെ വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്താൽ മതി എന്നൊക്കെ അവനോട് തന്നെ പറഞ്ഞ് അവന്റെ പേടിയും നാണവും ഒക്കെ മനസ്സിൽ ഒളിപ്പിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവിടെ പുതപ്പിനടിയിലിരിക്കുന്ന മീക്കിങ്ങിനെയാണ് കാണുന്നത്. അങ്ങനെ ബേഖോ മീക്കിങ്ങിന്റെ അടുത്ത് വന്നിട്ട് അവളുടെ ടെൻഷനും പേടിയും ഒക്കെ കണ്ടിട്ട് അവളോട് ടെൻസ്ഡ് ആവാതെ കിടന്നുറങ്ങാനായിട്ട് പറയുമ്പോൾ അവൾക്ക് അന്നത്തെ നൈറ്റിനെ കുറിച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്ന് അവൾ ഓപ്പൺ ആയിട്ട് തന്നെ അവന്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മ്യൂച്വലി അവരുടെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ബേഖോയ്ക്ക് ഒരു ഫോൺ കോൾ കിട്ടുമ്പോൾ അവൻ എണീറ്റ് അത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അത് അവന്റെ ചീഫാണെന്ന് അവൻ കാണുന്നത്. ഉടനെ തന്നെ കോൾ എടുത്ത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ ഒരു കമ്പനിയിൽ തന്നെ 500ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എമർജൻസി ആക്ഷന് വേണ്ടിയിട്ട് അവരിൽ നിന്ന് ഒരു 100 പേരെങ്കിലും പിരിച്ചുവിടണമെന്ന് ചീഫ് അവനൊരു ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് അവൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് ഇതിനു മുമ്പും അവൻ ഇങ്ങനെ ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. കാരണം മീക്കിങ്ങിനും അവൻ കാരണം ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഇതിന്റെ ആ ഒരു സീരിയസ്നെസ്സും നേരിടേണ്ടി വരുന്നവർ അനുഭവിക്കുന്ന ആ ഒരു വേദനയെല്ലാം അവന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ലിസ്റ്റൊക്കെ അവൻ എടുത്ത് നോക്കുന്ന സമയത്ത് മീക്കിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അവൻ ഈ കാര്യങ്ങളൊന്നും അവളോട് പറയുന്നില്ല. ഈ സമയത്ത് തന്നെ കീസയെ കാണിക്കുമ്പോൾ അവന്റെ ഡിവോഴ്സ് ന്യൂസുകളെല്ലാം ഓഫീസിലുള്ള എല്ലാവരും അറിഞ്ഞു എന്നും മനസ്സിലായെന്നൊക്കെ അവൻ അറിയുന്ന സമയത്ത് അവൻ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് ആ ഒരു ഓഫീസിലേക്ക് എത്തുന്ന മീക്കിങ്ങും ഇതേ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കീസയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന കീസെ നിനക്കും ഓഫീസിലുള്ളവരോടൊപ്പം എന്നെ ഇൻസൾട്ട് ചെയ്യാറുന്നില്ലേ കുറ്റം പറയാറുന്നില്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് അവൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അവന്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയില്ലെന്നും അവന്റെ ഡ്രീംസും ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവൻ മീക്കിങ്ങിനെ വിളിക്കുമെന്നും അവൻ പറയുമ്പോൾ അവന് എല്ലാവിധ ബെസ്റ്റ് വിഷസും കൊടുത്തിട്ട് ആ ഒരു കോളിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഒരു തമ്മിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ്സും അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷത്തോടെ തന്നെ അവൾ അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ മീക്കിങ് അവരുടെ വില്ലേജിലുണ്ടായിരുന്ന ഒരു ലേഡിയുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരാൻ നേരം അവരുടെ നാട്ടുകാര് ബേഖോ എന്താണ് വരാഞ്ഞതെന്നും അവൻ ഈ എത്ര നാള് ഇവിടെ ഉണ്ടാവുമെന്നും അവന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോവില്ലേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് കേട്ട് അവന്റെ നാട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്ന് ആലോചിച്ച് മീക്കിങ്ങിന് വളരെയധികം വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ബേഖോ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു വില്ലേജിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും താമസിച്ചിരുന്ന ആ ഒരു ഗസ്റ്റ് ഹൗസിൽ മീക്കിങ്ങിന്റെ ഒപ്പം ഉണ്ടായ ഓരോ മൊമെന്റുകളും അവന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവൻ അവന്റെ ഓഫീസിലുള്ള ഒരു ഡയറക്ടറെ ഫോൺ വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ മീക്കിങ്ങിന്റെ അടുത്ത് വരുമ്പോൾ നേരത്തെ ആ നാട്ടുകാരൊക്കെ ചോദിച്ച പോലെ എന്നാണ് നീ ഇനി തിരിച്ച് സിയോളിലേക്ക് പോകുന്നതെന്നും നിന്റെ ജോബും വീടും അവിടെ ആയതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് ഇങ്ങനെയെങ്കിലും അവർക്ക് തമ്മിൽ കാണാന്നൊക്കെ അവള് പറയാണ്. കാരണം അത്രമാത്രം ആ ഒരു റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാനായിട്ട് മീക്കിങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബേഖോ അവളോട് ജോലിയൊന്നും ഇല്ലാതെ തന്റെ ഒപ്പം ജീവിക്കാനായിട്ട് അവൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ ആ ഒരു ഫോൺ കോളിൽ ഡയറക്ടർ വിളിച്ച സമയത്ത് അവൻ ജോലി തന്നെ ക്വിറ്റ് ചെയ്തു എന്ന് അവൻ അവളോട് പറയുന്നത്. കാരണം ഇനിയും ആ ഒരു ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരെ പിരിച്ചുവിടേണ്ടി വരുമെന്നും ഒരുപാട് പേരുടെ
വിഷമത്തിന് അവനൊരു കാരണമാവുമെന്നും ഇനി തനിക്ക് അങ്ങനത്തെ ഒരു ജോലിയുടെ ആവശ്യമൊന്നുമില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു. ഇനി ഇതെല്ലാം കേട്ട് ഇതിപ്പോ എന്താ ഉണ്ടായെന്നുള്ള ഭാവത്തില് മീക്കിങ്ങും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ ജോലിക്ക് പോകുമ്പോഴും മീക്കിങ് ഇതേ കാര്യം പറഞ്ഞ് ഇതിനാണ് യോജിക്കാതെ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തേന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ ഓഫീസിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് അവരെ കാത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു എമർജൻസി ക്രൈസിസ് നേരിട്ട സമയത്ത് അവർക്ക് പുറത്തുനിന്ന് പൊട്ടേറ്റോസിനെ പർച്ചേസ് ചെയ്യേണ്ടി വന്നിരുന്നല്ലോ. അതിൽ തന്നെ മീക്കിങ്ങും ബേക്കോയും കൂടിയിട്ട് വളരെ കുറച്ച് പൊട്ടേറ്റോസിനെ മാത്രമേ അവർക്ക് ശേഖരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതാ അവരുടെ കമ്പനിയിൽ പുതിയതായിട്ട് വന്നൊരു എംപ്ലോയി അവന്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവന്റെ അച്ഛനാകട്ടെ ഈ ഫാമേഴ്സിന്റെ എല്ലാം പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ 350 ടൺ പൊട്ടേറ്റോസിനെ ഒറ്റയടിക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഓഫീസറുകൾ എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട്. അത്രയല്ല, അവരുടെ ഓഫീസിലുണ്ടായിരുന്ന ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതേസമയം തന്നെ മീക്കിങ്ങിന് ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് അവൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവൾ കേൾക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് അവൾ ഡെവലപ്പ് ചെയ്തെടുത്ത പൊട്ടേറ്റോസ് അവളുടെ ഓഫീസിൽ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയോ അയാള് റൂറലായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ അറിയിച്ചപ്പോൾ അവൾ ഡെവലപ്പ് ചെയ്ത ആ ഒരു പൊട്ടേറ്റോസിന്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു വാല്യൂവും ടേസ്റ്റും മറ്റു ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാക്കുന്ന അവര് ഇവളുടെ പൊട്ടേറ്റോസിനെല്ലാം ആക്സെപ്റ്റ് ചെയ്തുവെന്ന് ഇവളെ കാണാനായിട്ട് പറഞ്ഞുവെന്നും പറഞ്ഞിട്ടാണ് അവൾക്ക് ആ ഒരു ഫോൺ കോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇക്കാര്യങ്ങളെല്ലാം അവള് ബേക്കോട് എടുത്ത് പറയുമ്പോൾ അവനും അത് കേട്ട് വളരെയധികം സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് MK10700821 എന്ന ഒരു പുതിയ പൊട്ടേറ്റോ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ വളരെ പാനിക്ഡ് ആയിട്ട് ഓങ്ജുവും ടങ്ങും ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ മുമ്പിൽ ഒരു സ്കാനിങ് റിപ്പോർട്ടും ഉണ്ട്. ഇത് കണ്ട് ഓങ്ജു പ്രഗ്നന്റ് ആയോ എന്ന് കരുതി വളരെ കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്ത് തന്റെ അനിയനായിട്ടുള്ള ക്യങ്ങിനെ നല്ല പോലെ അടിക്കുന്നതിന്റെ ഇടയിലാണ് ഓങ്ജു അവൾ പ്രഗ്നന്റ് അല്ലെന്നും അവൾക്ക് ഫാറ്റി ലിവർ ആണെന്നും അവൾ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ബേഖോ 2-3 ലേഡീസിനെ ആ ഒരു ഗസ്റ്റ് ഹൗസ് മൊത്തം കാണിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് നമുക്ക് പിന്നെ ഒരിക്കൽ ഇത് വിസിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാരണം ബേഖോ നിലവിൽ ഇപ്പൊ 3 ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ടൂർ മാനേജർ ആയിട്ടും പൊട്ടേറ്റോ ക്രോപ്പ് ടീമിന്റെ സൂപ്പർവൈസർ ആയിട്ടും ഇവിടുത്തെ നാട്ടുകാരുടെ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടും അവൻ വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ ഒരു കമ്പനി അവരുണ്ടാക്കിയെടുത്ത പൊട്ടേറ്റോസിനെ അതിന്റെ ഗുണങ്ങളും ക്വാളിറ്റി എല്ലാം പറഞ്ഞ് ഒരു പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മീക്കിങ്ങും ബേഖോയും എത്തുന്നുണ്ട്. അപ്പോഴാണ് റൂറൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയുടെ സൂപ്പർവൈസർ ആയിട്ട് മീക്കിങ്ങിന് ജോലി കിട്ടിയെന്നും ഇങ്ങനെയുള്ള മീറ്റിംഗ്സും പ്രസന്റേഷൻസും ഒക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് അവൾ എത്തിയിരിക്കുന്നതെന്നും മനസ്സിലാകുന്നത്. അങ്ങനെ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മൻഹാൻ റീറ്റെയിലിന്റെ പൊട്ടേറ്റോ ലാബിലെ ആൾക്കാർ തന്നെ അവരുണ്ടാക്കിയെടുത്ത മാരോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബേഖോയും മീക്കിങ്ങും ഒപ്പം ചേർന്ന് അതിന്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇനിയും ഇതുപോലെ ഒരുപാട് പൊട്ടേറ്റോസിനെ എല്ലാം സെർച്ച് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുമെന്നും ഇനിയും അവർ അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന ഒരു പ്രോമിസിലൂടെ മീക്കിങ്ങും ബേഖോയും ഇനിയും വളരെ സന്തോഷപൂർവ്വം അവരുടെ ലൈഫ് ലീഡ് ചെയ്യും എന്ന് കാണിച്ചുകൊണ്ട് പൊട്ടേറ്റോ ലാബിന്റെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു ഡ്രാമ സജഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ കമന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. സോ ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.